ഹലോ എവ്രി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കഴിഞ്ഞ വർഷം 2024-2025 നടന്ന ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ ആനുവൽ സ്കോളർ എക്സാം നടത്തുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ആനുവൽ സ്കോളർ എക്സാം എഴുതാവുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് എക്സാം. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. അതുപോലെ തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 6-നാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി വായിക്കുവാനും എഴുതുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് പരസ്പരം സംസാരിക്കാൻ ആവശ്യമായ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് പോകുന്ന കുട്ടികൾക്ക് പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ട്, മാത്സ് ക്ലാസ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ക്ലാസ്സുകളുണ്ട്. അതിനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. 9746487799. നമുക്ക് ആക്ടിവിറ്റീസ് നോക്കിയാലോ. ഇന്നത്തെ എക്സാമിന് ചോദിച്ച 1ാമത്തെ ആക്ടിവിറ്റി ലിസൺ ആൻഡ് ഡ്രോ. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് ഡു അക്കോർഡിംഗ്ലി. ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച ശേഷം എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. റോബോട്ട് എന്ന യൂണിറ്റിൽ നമ്മൾ പഠിച്ച വീൽ ചെയർ, റോബോട്ട് എന്ന വീൽ ചെയർ ഉണ്ട്, ബോയ് ഉണ്ട്, സിയ ഉണ്ട്. ഇവിടെ ഒരു പോണ്ട് കാണുന്നുണ്ട്, അതുപോലെ ഒരു ട്രീ കാണുന്നുണ്ട്. അപ്പോൾ ബോയുടെ ഹെഡിൽ ഒരു ക്യാപ്പ് ഉണ്ട്. ഫസ്റ്റ് ടീച്ചർ പറയുന്നത് ക്യാപ്പിന് വയലറ്റ് കളർ കൊടുക്കുക എന്നുള്ളതാണ്. ക്യാപ്പിന് വയലറ്റ് കളർ നൽകുക. നെക്സ്റ്റ് പറയുന്നത് ഈ ട്രീക്ക് കളർ നൽകുക. രണ്ടാമത് അതിൽ വരുന്നത് ഈ ട്രീക്ക് അതിന് അനുയോജ്യമായ നിറം നൽകുക. 3ാമത്തെ കാര്യം, ഈ മരത്തിൻ്റെ അടിയിൽ ഡ്രോ ബൈസൈക്കിൾ അണ്ടർ ദ ട്രീ. ഈ ട്രീയുടെ അടിയിൽ ഒരു ബൈസൈക്കിൾ വരയ്ക്കുക, ഒരു സൈക്കിൾ വരയ്ക്കുക എന്നുള്ളതായിരുന്നു 3ാമത്തെ കാര്യം. 4ാമത് പറയുന്നത് 2 flying birds in the sky. ഡ്രോ 2 flying birds in the sky. പറക്കുന്ന 2 പക്ഷികൾ, ആകാശത്ത് 2 പക്ഷികൾ, പറക്കുന്ന 2 പക്ഷികളെ വരയ്ക്കുക എന്നാണ്. അതിൽ 5ാമതായി പറയുന്നത് ഈ പോണ്ടിൽ ഫിഷ് വരയ്ക്കുക, പോണ്ടിൽ ഫിഷിനെ വരയ്ക്കുക എന്നാണ്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഈ 1ാമത്തെ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1ാമത് ക്യാപ്പിന് വയലറ്റ് കളർ കൊടുക്കുക, ട്രീക്ക് അനുയോജ്യമായ കളർ നൽകുക, ഒരു ബൈസൈക്കിൾ ഈ മരത്തിൻ്റെ അടിയിൽ വരയ്ക്കുക, ഫ്ലൈയിങ് ബേർഡ്സ് 2 flying birds പറക്കുന്നതായിട്ട് വരയ്ക്കുക, ഈ പോണ്ടിൽ ഫിഷിനെ വരയ്ക്കുക. ഇതായിരുന്നു 1ാമത്തെ ആക്ടിവിറ്റി. ഇതെല്ലാ കുട്ടികളും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടാവും, കറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി മോം ആൻഡ് ദ ബോയ്. അറിയാം, നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. സിയ ബോയ്ക്ക് റോബോട്ടിനെ കൊടുക്കുവാണ്. റോബോട്ട് വീൽ ചെയർ ആയിട്ട് ഇരിക്കുവാണ് അല്ലേ. അപ്പോൾ റോബോട്ട് എന്ത് സഹായം വേണമെങ്കിലും ആ ബോയ്ക്ക് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞ് സിയ റോബോട്ടിനെ കൂടെ വിടുകയാണ്, ബോയുടെ കൂടെ വിടുകയാണ്. നമ്മൾ റോബോട്ട് എന്ന യൂണിറ്റിൽ പഠിച്ചു. അങ്ങനെ നമ്മുടെ ഈ ബോയ് വീട്ടിൽ ചെന്നു അമ്മ കണ്ടു ഉടനെ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദിസ് ഡിയർ? ഇതെന്താണ് മോനെ എന്ന് ചോദിക്കുകയാണ്. ഇതെന്താ വാട്ട് ഈസ് ദിസ്? അപ്പോൾ ആ കുട്ടി എന്ത് പറഞ്ഞിരിക്കും? ദിസ് ഈസ് വീൽ ചെയർ. എന്താ പറഞ്ഞത്? എന്താണ്? വീൽ ചെയർ ആണ്. ഇതൊരു വീൽ ചെയർ ആണ്. ദിസ് ഈസ് എ വീൽ ചെയർ. ഇതൊരു വീൽ ചെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇതെന്താണ്? ദിസ് ഈസ് എ വീൽ ചെയർ. ഹൂ ഗേവ് യു ദിസ്? ഇതിനൊക്കെ ആരാ തന്നേ? അമ്മ അപ്പൊ തിരിച്ചെന്ത് ചോദിച്ചു? ഹൂ ഗേവ് യു ദിസ്? ഇതിനൊക്കെ ആരാ തന്നേ? ആരാ കൊടുത്തേ? സിയ ഗേവ് മീ ദിസ് വീൽ ചെയർ. അപ്പൊ ആ കുട്ടി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? സിയ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. സിയ ഗേവ് മീ ദിസ് വീൽ ചെയർ, അതും കറക്റ്റ് ആണ്. ഓക്കെ. 3ാമത്തെ ആക്ടിവിറ്റി, അങ്ങനെ നമ്മുടെ ഈ ബോയുടെ അമ്മ ആ പെൺകുട്ടിക്ക് സിയയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൊടുത്ത ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ഡോൾ. ഈ ഡോളിന് കളർ നൽകാനായിട്ട് പറയുന്നുണ്ട്. കളർ ചെയ്ത ശേഷം ഡോളിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണം. ദിസ് ഈസ് എ ഡോൾ. ഇനി ഡോൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. എന്തൊക്കെയുണ്ട്? ഫ്രോക്ക് ഉണ്ട്, കേർലി ഹെയർ ഉണ്ട്, ബ്ലൂ ഐസ് ഉണ്ട്, ഷൂസ് ഉണ്ട്, ഇത് ഡാൻസ് ചെയ്യും, പാടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ക്ലൂസ് എന്തുണ്ട് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രൈബ് ചെയ്തുവല്ലോ. ദിസ് ഈസ് എ ഡോൾ, ഇറ്റ് ഹാസ് ബ്ലൂ ഐസ്. ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അടുത്ത സിയയുടെ ഡയറിയാണ്. സിയ എഴുതിയ ഡയറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ടുഡേ. ഐ ഗോട്ട് എ ഡോൾ. ദ ബോയ്സ് മദർ ഗേവ് മീ ദ ഡോൾ. ഇറ്റ് ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ഐ ലൈക്ക് ദ ഡോൾ. സിയ എഴുതിയ ഡയറിയാണ്. ഞാനിത് വളരെ സന്തോഷത്തിലാണ്. കാരണം എനിക്ക് എന്ത് കിട്ടി? ഡോൾ കിട്ടി. ആ ബോയുടെ അമ്മയാണ് എനിക്ക്, ആൺകുട്ടിയുടെ അമ്മയാണ് എനിക്ക് ഡോൾ തന്നത്. ആ ഡോൾ എന്തൊക്കെ ചെയ്യും? സിങ്, പാടും, ഡാൻസ് ചെയ്യും. ഐ ലൈക്ക് ദ ഡോൾ. ഞാൻ ഡോൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ ഗീവ് ദ ടിക്ക് മാർക്ക് ടു ദ കറക്റ്റ് വൺ. ഇവിടെ കുറച്ച് സെന്റൻസ് നൽകിയിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ളതിന് ടിക്ക് മാർക്ക് കൊടുക്കുക, തെറ്റായിട്ടുള്ളതിന് ക്രോസ് മാർക്ക് കൊടുക്കുക. ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ളതിന് ക്രോസ് മാർക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് വരുന്നത് സിയ ഈസ് ഹാപ്പി. സിയ ഹാപ്പി ആണോ? യെസ്, സിയ ഹാപ്പിയാണ്. സിയ ലൈക്സ് ദി ഡോൾ. സിയ ഡോൾ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? യെസ്, ഇഷ്ടപ്പെട്ടു. ദ ബോയ് ഗോട്ട് എ ഡോൾ. ബോയ്ക്കാണോ ഡോൾ കിട്ടിയേ? നോ, സിയക്കാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ക്രോസ് മാർക്ക് കൊടുക്കാം. ദ ഡോൾ ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ഡോൾ പാടും ഡാൻസ് ചെയ്യും. ശരിയാണോ? യെസ്, കറക്റ്റ് ആണ്. സിയാസ് മദർ ഗേവ് ദ ഡോൾ. സിയയുടെ അമ്മയാണോ സിയക്ക് ഡോൾ കൊടുത്തേ? നോ, ബോയുടെ അമ്മയാണ് ഡോൾ കൊടുത്തത്. അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളതിന് ടിക്ക് മാർക്കും ഇൻകറക്റ്റ് ആയിട്ടുള്ളതിന് ക്രോസ് മാർക്കും കൊടുക്കാമെന്നായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ആക്ടിവിറ്റി, ലാസ്റ്റ് ആക്ടിവിറ്റി, ഡോൾസ് സോങ്. ആറ്റ്മോർ ലൈൻസ് ആണ്. ഐ ആം എ ഡോൾ, സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. ഐ ലൈക്ക് ടു ഡാൻസ്. ടിപ്പ് ടാപ്പ് ടൂപ്പ്, ടിപ്പ് ടാപ്പ് ടൂപ്പ്. അപ്പോൾ ഈ ഡോള് പറയുകയാണ്, ഐ എം എ ഡോൾ, ഞാനൊരു ഡോളാണ്. സ്മാർട്ട് ആൻഡ് ക്യൂട്ട്, ഞാൻ സ്മാർട്ടാണ്, ക്യൂട്ടാണ്. ഐ ലൈക്ക് ടു ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. ടിപ്പ് ടാപ്പ് ടൂപ്പ്, ടിപ്പ് ടാപ്പ് ടൂപ്പ്, ഇങ്ങനെയാണ് ഡാൻസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതാരാണ്? ഒരു ഗേൾ ആണ്. ഐ ആം എ ഗേൾ, സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. ഐ ലൈക്ക് ടു ഡാൻസ് എന്നാണ് ഡോള് പറയുന്നത്. ഗേൾ എന്താ ചെയ്യുന്നേ? സിങ്. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? എനിക്ക് പാടാൻ ഇഷ്ടമാണ്. അതെങ്ങനെ എഴുതാം? ഐ ലൈക്ക് ടു സിങ്. ആ ഡാൻസിന്റെ സ്ഥലത്ത് എന്ത് കൊടുത്താൽ മതി? സിങ് കൊടുത്താൽ മതി. ഇവിടെ ഡാൻസ്, ഇത് സിങ്, പാടാൻ ഇഷ്ടമാണ്. ടിപ്പ് ടാപ്പ് ടൂപ്പ്, ടിപ്പ് ടാപ്പ് ടൂപ്പ്, ഡാൻസ് ചെയ്യുന്നത് ടിപ്പ് ടാപ്പ് ടൂപ്പ് എന്നാണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ അതുപോലെ ഉണ്ട്. എങ്ങനെയാണ് പാടുന്നത്? ഡോൾ എങ്ങനെയാ പാടുക? ലാ ലാ ലാ. അപ്പോൾ നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യുക? അത് തന്നെ എഴുതുക. ലാ ലാ ലാ. ഓക്കെ, ഇതായിരുന്നു 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. കിഡ്സേരിയ ഓൺലൈൻ ആനുവൽ സ്കോളർ എക്സാം നടത്തുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ആനുവൽ സ്കോളർ എക്സാം എഴുതാവുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് എക്സാം. ക്യാഷ് പ്രൈസാണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സേരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. അതുപോലെ തന്നെ കിഡ്സേരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 6-നാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി വായിക്കുവാനും എഴുതുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. കുട്ടികൾക്ക് പരസ്പരം സംസാരിക്കാൻ ആവശ്യമായ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് പോകുന്ന കുട്ടികൾക്ക് പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ട്, മാത്സ് ക്ലാസ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ക്ലാസ്സുകളുണ്ട്. അതിനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. 9746487799.